ഇത് പത്മകുമാർ ഒറ്റയ്ക്ക് എടുത്തൊരു തീരുമാനമായിരിക്കുമോ? അദ്ദേഹത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണെങ്കിൽ ഒരു വിശ്വാസിയാണ് എന്നുള്ളതാണ്. ഈ ശബരിമല കവർച്ച അത് സംബന്ധിച്ച വാർത്ത പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെതായ വന്ന പ്രതികരണങ്ങളിലൊക്കെ ആ ഒരു ധാരണയാണ് ഉണ്ടായിരുന്നത്. വിശ്വാസിയായ ഒരാള് ശബരിമലയിലെ യുവതീ പ്രവേശനം സംബന്ധിച്ച വിവാദം നടക്കുമ്പോൾ അന്ന് പത്മകുമാർ ഈ യുവതികളെ പ്രവേശിപ്പിക്കുന്നതിനെതിരായിരുന്നു. അത് ശബരിമലയിലെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും എതിരാണ് എന്ന വാദത്തോട് യോജിച്ചു നിന്ന ആളാണ്. പക്ഷേ പിണറായി വിജയന്, മുഖ്യമന്ത്രിക്ക്, അവിടെ സ്ത്രീകളെ കടത്തണമായിരുന്നു, യുവതികളെ കടത്തണമായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് നവോത്ഥാന നായകന്മാരുടെ പട്ടികയിൽ ഇടം പിടിക്കണമായിരുന്നു. അപ്പോൾ പിണറായി വിജയൻ ചെയ്തത് പത്മകുമാറിനെ കൊണ്ട് മാറ്റി നിർത്തിയിട്ട് അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിനെ, അദ്ദേഹത്തെ ഉപയോഗിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുൻകൈയിലാണ്, അല്ലെങ്കിൽ അദ്ദേഹം ആസൂത്രണം ചെയ്തതനുസരിച്ചാണ് ശബരിമലയിലേക്ക് സ്ത്രീകളെ കൊണ്ടുവന്നത്. അപ്പൊ അതിനെ എതിർത്ത ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അയ്യപ്പനോട്, അവിടുത്തെ വിശ്വാസങ്ങളോട്, ആചാരങ്ങളോടൊക്കെ അത്യാവശ്യം വിശ്വാസമുള്ള ഒരാളാണ്. അങ്ങനെ ഒരു വ്യക്തി ഇതുപോലൊരു കൊടുംപാതകം, ചെറിയ കാര്യമല്ല. അയ്യപ്പന്റെ സ്വത്ത്, ഭഗവാന്റെ സ്വർണം, അത് അവിടെ വെച്ച് തന്നെ റിപ്പയർ ചെയ്യണം, അറ്റകുറ്റപ്പണികൾ നടത്തണം, അല്ലെങ്കിൽ സ്വർണം പൂശണം, മിനുക്കണം എന്ന ഒരു തീരുമാനം വളരെ രഹസ്യമായിട്ട് ലംഘിച്ചുകൊണ്ട് മിനിറ്റ്സിന് മേലൊരു തിരുത്തുണ്ടാക്കിയിട്ട് അതനുസരിച്ചൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകുക വലിയ പാതകമാണ്. അപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്തതായിരിക്കുമോ, അദ്ദേഹത്തിന്റെ തീരുമാനമായിരിക്കുമോ എന്നൊരു സംശയം ഇവിടെ ഉണ്ടാവുന്നുണ്ട്.